നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ഇടതുപക്ഷത്തോടും കോൺഗ്രസിൻ്റെ ആളിനോടുമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇവിടെ പറഞ്ഞല്ലോ 10 വർഷം ഭരിച്ച് ഇവിടെ അതിദാരിദ്ര്യമില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും വീട്. നിങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ ഡെപ്യൂട്ടി മേയറും ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ്റെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഓപ്പോസിറ്റ് TP റോഡ്, TP റോഡ് എന്നാണ് ആ റോഡിൻ്റെ പേര്. അവിടെ കുറച്ച് മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ പോയി കാണണം. നിങ്ങളിവിടെ മാറി മാറി ഭരിച്ചവർ അവിടെ എന്താ ചെയ്തിരിക്കുന്നതെന്നും എന്താണ് നടക്കുന്നതെന്നും നിങ്ങൾ പോയി കാണണം. കണ്ണ് തുറന്ന് തന്നെ കാണണം. അവിടെ എലിശല്യം കാരണം കൊണ്ട് വയസ്സായ ആളുകളെയും കുട്ടികളെയും അമ്മമാരെയൊക്കെ എലി നിരന്തരം കടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ചെന്ന സമയത്ത് അവർ കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞത് എലി കടിച്ചിട്ട് 5 പ്രാവശ്യമാണ് കടിച്ചത്. ഇനി എനിക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റില്ല. ഈ ഒരു മഴ വന്നു കഴിഞ്ഞാൽ അവർ ആ വെള്ളത്തിനകത്താണ് കിടക്കുന്നത്. ടോയ്ലറ്റിലെ വെള്ളവും ബാത്റൂമിലെ അതുപോലെ കിച്ചണിലെ വെള്ളം എല്ലാം കൂടെ കൂടി കെട്ടിക്കിടക്കുന്നൊരവസ്ഥ. ഈച്ചയും കൊതുകും പെരുകുന്നൊരവസ്ഥ. പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം. കുടിവെള്ളം ഉണ്ടായിട്ട് 2 ആഴ്ചയായി എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. 2 ആഴ്ച. പിന്നെ ഓരുവെള്ളം കയറിയിട്ട് ഇവർ ഇത്രയും വർഷം ഭരിച്ച് വലിയ മഹത്വമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ പരിഹാരം കാണുന്നില്ല? 2 പേരോടും കൂടിയാണ് ചോദ്യം. ഓക്കെ യെസ്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതാണ് ഇടതുമുന്നണി സർക്കാരിൻ്റെ വലിയ നേട്ടമായിട്ട് അവകാശപ്പെടുന്നത് അല്ലേ? തീർച്ചയായും. പക്ഷേ കൊച്ചി നഗരത്തിലെ ഒരു കാഴ്ച, ഈ കാഴ്ച ഒറ്റപ്പെട്ട കാഴ്ചയല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. ഇപ്പോഴും അവഗണിക്കപ്പെട്ടവർ, ഒരു കൈ സഹായം ലഭിക്കാത്തവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. ഈ ഇടതുമുന്നണി സർക്കാർ കഴിഞ്ഞ 10 വർഷം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും പാവപ്പെട്ടവർ, അധസ്ഥിതർ, അവരൊക്കെ ചൂഷണം ചെയ്യപ്പെടുകയാണ്. അവർക്ക് ജീവിക്കാനുള്ള വകയില്ല. ഇതൊന്നും അഡ്രസ്സ് ചെയ്യാതെ പിന്നെ എങ്ങനെയാണ് വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നത്? ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഇപ്പോൾ ഞാൻ ചൂരൽമലയിലേക്ക് പോകുന്നില്ല. പോണം. കുട്ടിയെ എടുത്ത് ഉമ്മ വയ്ക്കുകയായിരുന്നില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെയ്തത്. ചൂരൽമലയിലെ കുട്ടിയെ എടുത്ത് ഉമ്മ വെച്ച ആ പ്രധാനമന്ത്രി ആ ചൂരൽമലയിൽ ദുരിതമനുഭവിക്കുന്ന ആ പാവപ്പെട്ടവർക്ക് വേണ്ടി 1 നയാ പൈസ കേരളത്തിൻ്റെ ഹൈക്കോടതി പറഞ്ഞപ്പോഴല്ലേ കൊടുത്തത്? ആ പ്രധാനമന്ത്രിയുടെ നാടല്ലേ, ഇന്ത്യയുടെ ഭാഗമല്ലേ കേരളം? ഈ പാവപ്പെട്ട അമ്മമാർക്ക്, ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക്, വിധവകൾക്കും വികലാംഗർക്കും കട്ടകത്തൊഴിലാളിക്കുമൊക്കെ ഞങ്ങൾ സമയബന്ധിതമായി പെൻഷൻ കൊടുത്തു. ഒരു കാലത്ത് നയനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കട്ടകത്തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്തപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് AK ആൻ്റണി ചോദിച്ചത് കട്ടകത്തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്തത് പ്രത്യുൽപാദനപരമാണോ? നയനാർ പറഞ്ഞത് എന്താ? ഇത് വിഷു വരികയാണ്, ഈ നാട്ടിലെ പാവപ്പെട്ട കർഷക തൊഴിലാളിക്കല്ലാതെ വേറെ ആർക്കാണോ പെൻഷൻ കൊടുക്കുക? ആ പെൻഷൻ ഇന്ന് 2000 രൂപയ്ക്ക് മാറ്റി. വിധവകളായ അമ്മമാർക്ക്, വികലാംഗർക്ക്, ഇവിടുത്തെ വാർദ്ധക്യകാലം നേരിടുന്നവർക്കൊക്കെ പെൻഷൻ 2000 രൂപയ്ക്ക് കൊടുത്തൊരു ഗവൺമെൻറ്റാണ്. ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ. ഈ 2000 ആക്കിയത് എപ്പോഴാണ്? 2000 ആക്കിയിട്ട് എത്ര മാസമായി എന്ന് ചോദിച്ചാൽ 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയിട്ട ഒരു മുന്നണി ഇവിടെയുണ്ട്, UDFിന്റെ മുന്നണി. ആ 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കിയ ഒരു മുന്നണിയുടെ കാലം കഴിഞ്ഞതിന് ഞാൻ പറയട്ടെ, കൃത്യമായിട്ടുള്ള കണക്കില്ലാതെ വെറുതെ വന്നിട്ട് ഞാൻ പറയില്ലേ, കൃത്യമായി തോമസ് ഐസക്കിന് ഉൾപ്പെടെ എക്സ്പ്ലനേഷൻ തോമസ് ഐസക്ക് നിയമസഭയിൽ തന്നതാണ്. 18 മാസത്തെ കുടിശ്ശിക ഈ പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ UDF നടത്തി എന്ന് പറയുന്നുണ്ട്. അതിന്റെ കൃത്യമായ പ്രൂഫ് ഉണ്ടെങ്കിൽ കാണിക്കണം. 18 മാസത്തെ അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ എല്ലായിടത്തും പോയിട്ട് വെറുതെ കീറുവാൻ വേണ്ടിയിട്ട് കാര്യമില്ലെന്നേ. നിങ്ങൾ വിളിച്ചു ഞങ്ങളെ പെൻഷൻകാരുടെ ഗവൺമെന്റ് എന്ന്, നിങ്ങൾ ഞങ്ങളെ വിളിച്ചു പെൻഷൻകാരുടെ പാർട്ടി എന്ന്. അതേ സാർ, ഞങ്ങൾ പെൻഷൻകാരുടെ ഗവൺമെന്റ് ആണ്. അതേ സാർ, ഞങ്ങൾ പെൻഷൻകാരുടെ പാർട്ടിയാണ്. കർഷക തൊഴിലാളി പെൻഷൻ കൊടുത്തപ്പോഴും പെൻഷൻ കൊടുത്തപ്പോഴും ഇവർ ഞങ്ങളെ വിളിച്ചു പെൻഷൻകാരുടെ പാർട്ടി, ഇവർ ഞങ്ങളെ വിളിച്ചു പെൻഷൻകാരുടെ ഗവൺമെന്റ് എന്ന്. ആ മക്കളുള്ള വിധവകളായ അമ്മമാർക്ക് ആ മക്കളുള്ളവർക്ക് പെൻഷൻ കൊടുക്കരുത് ഞങ്ങൾ പറഞ്ഞു. ആ മക്കളുള്ളവർക്ക് പെൻഷൻ കൊടുത്തു. ശ്രീ സോജൻ, പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്തായിരുന്നു? നിങ്ങളെ പെൻഷൻ എത്രയായിട്ട് ഉയർത്തുന്നു? ഞങ്ങൾ 2500 രൂപയാക്കി പെൻഷൻ അവസാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്താണ് ജനാധിപത്യം. നിങ്ങൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ കർഷക തൊഴിലാളി പെൻഷൻ കൊടുക്കുമ്പോഴും ഞങ്ങൾ ഏത് പെൻഷൻ, ഇപ്പൊ ഇവരെന്താ പറയുന്നത്? ഖജനാവ് കാലിയാണ്.
അല്ലേ? ഖജനാവ് ഉള്ളവര് കാലിയായതുകൊണ്ട് ഉള്ളവര് ഇനി പറയണ്ടേ? അധികാരത്തിൽ വന്നാൽ മുൻകൂർ ജാമ്യം 4.5 ലക്ഷം കോടിയാണ് കടം. ഇനി മുൻകൂർ ജാമ്യം എടുക്കാണ് 4.5 പെൻഷൻ ലക്ഷം കൊടുക്കാതിരിക്കാൻ ഇത്രയും പെൻഷൻ കൊടുക്കാതിരിക്കാൻ സർക്കാർ, ഇവർ മുൻകൂർ ഇത്രയും ജാമ്യം കട്ടുപിടിച്ച എടുക്കാണ്. സർക്കാർ ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ഖജനാവ് കാലിയായതുകൊണ്ട് ഇനി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെൻഷൻ കൊടുക്കാൻ കഴിയുമോ? ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, കൊടുക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. തീർച്ചയായും ഇപ്പോഴും ഒരു നഗരത്തിൽ മഹാനഗരമാണ് കൊച്ചി, മഹാനഗരമാണ് കൊച്ചി, പഴയ കൊച്ചിയല്ല എന്നൊക്കെ പ്രാസംഗികർ പറയാറുണ്ട്, അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ കൊച്ചി നഗരത്തിലൊരു ദയനീയമായിട്ടുള്ള കാഴ്ചയാണ്. നിങ്ങൾ ഒരു ഭാഗത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തിയെന്നൊക്കെ ഗീർവാണം ഒട്ടിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഇതാ അത്താഴപ്പട്ടിണിക്കാരുണ്ട്, ദരിദ്രരുണ്ട്, അതിദരിദ്രരുണ്ട്. എന്തുകൊണ്ട് ആ യാഥാർത്ഥ്യത്തിൽ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് മാത്രം മറുപടി ഈ ഗവൺമെന്റ് വൈക്കത്ത് നടയടയ്ക്കുന്നതിന് മുമ്പ് ചോദിക്കും അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന് ഈ ഗവൺമെന്റോ? ഏത് ഗവൺമെന്റ്? ഈ ഗവൺമെന്റിന്റെ ഈ ലക്ഷ്യം ഗവൺമെന്റ് ഇവിടെ അത്താഴപ്പട്ടിണിക്കാരുണ്ടാവാൻ പാടില്ല. ആ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇവിടെ ഭക്ഷണം കഴിക്കാത്തവരാരും ഉണ്ടാവാൻ പാടില്ല, ഇവിടെ വീടില്ലാത്തവരുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എത്രയോ ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ 5 ലക്ഷം വീട് നിർമ്മിച്ചു കൊടുത്തൊരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ്. പാവപ്പെട്ടവന് തലചായ്ക്കാൻ 5 ലക്ഷം വീട് നിർമ്മിച്ചു കൊടുത്തപ്പോൾ ആ 5 ലക്ഷം വീടുകളിൽ താമസിക്കുന്നത് എത്ര പേരാണെന്ന് അറിയുമോ? 40 ലക്ഷം പേർ. 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു. ഇവർ അധികാരത്തിൽ ഇരുന്നപ്പോൾ എത്ര ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കി, ഇടതുപക്ഷം നടപ്പിലാക്കി. പാവപ്പെട്ടവന് തലചായ്ക്കാൻ വീട്, പാവപ്പെട്ടവന് തലചായ്ക്കാൻ വീട് പഞ്ചായത്ത് ലൈഫിന്റെ പേര് പറഞ്ഞില്ല. ലൈഫിന്റെ പേര് പറഞ്ഞില്ല. ഓക്കെ, ആ ഭവന നിർമ്മാണ പദ്ധതി മൂലം പാവപ്പെട്ട 5 ലക്ഷം പേർക്ക് വീട് കൊടുത്തപ്പോൾ 40 ലക്ഷം പേരാണ് ആ കുടുംബങ്ങളിൽ താമസിക്കുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം ഭവന നിർമ്മാണ തലചാക്കാൻ വീട് നിർമ്മിച്ചു കൊടുക്കുകയാണ്.